നമസ്കാരം. ഓഗസ്റ്റ് 17 ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ്. യുഎയിലേക്ക് വരുന്നതിനെക്കുറിച്ചും യുഎയിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് പോകുന്നതിനെക്കുറിച്ചുമുള്ള അവ്യക്തതകളോ ചില വിഷയങ്ങളിലെ ആശങ്കകളോ അവ്യക്തതകളോ സാധാരണയായി ഉണ്ടായി വരുമ്പോൾ നമ്മൾ അതേക്കുറിച്ച് അധികൃതരുമായിട്ട് അന്വേഷിക്കുക സ്വാഭാവികമാണ്. ഓരോ സമയത്ത് അപ്പോൾ വരുന്ന ഇതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ നമ്മുടെ പ്രേക്ഷകർക്ക് എത്തിക്കുക എന്നുള്ള ധർമ്മമാണ് നമ്മളടക്കമുള്ള എല്ലാ മാധ്യമങ്ങൾക്കുമുള്ളത് എന്ന് മനസ്സിലാക്കും. എല്ലാവർക്കും അതറിയാം. പല ദിവസങ്ങളിലും നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചില അറിയിപ്പുകൾ വരുന്നുണ്ട് എന്നീ അടുത്ത കാലത്ത് ഒരുപാട് ആളുകൾ പറയുന്നുണ്ടെങ്കിലും ആത്യന്തികമായി ഈ പറയപ്പെടുന്ന ആശങ്കയ്ക്കോ ആശയക്കുഴപ്പത്തിനോ അവ്യക്തതയ്ക്കോ ഇടയിൽ അന്നത്തേതായ ഒരു വ്യക്തത ഉണ്ടായിരിക്കും എന്നാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്നലെ എന്ത് പറഞ്ഞാലും അത് മാറിക്കഴിഞ്ഞാൽ ഇന്ന് പുതിയതായി പറയാനൊരു വ്യക്തതയുള്ള കാര്യമുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിലവിൽ ഇന്നുള്ള കാര്യം പറയാം. ഈ ഓഗസ്റ്റ് 17 രാത്രിയിൽ മനസ്സിലാക്കിയ യാത്രാ സംബന്ധമായിട്ടുള്ള പോക്കും വരവും സംബന്ധിച്ചിട്ടുള്ള രേഖകളുമായി ബന്ധപ്പെട്ട് കുടുങ്ങിപ്പോകാതിരിക്കാനും കുരുങ്ങാതിരിക്കാനും സമയവും കാശും അധ്വാനവും പാഴിപ്പോകാതിരിക്കാനും വേണ്ടിയുള്ള ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ആളുകളുടെ സൗകര്യവും അസൗകര്യവും അനുസരിച്ച് ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ ഇതൊക്കെ മാറ്റം വരാനുള്ള സാധ്യതയെക്കുറിച്ച് മനസ്സിൽ കരുതിയിരിക്കുകയും വേണം. ഒന്നാമത്തെ കാര്യം, യുഎയിൽ നിന്ന് അബുദാബി, ഷാർജ എയർപോർട്ടുകൾ വഴി നാട്ടിലേക്ക് പോകുന്നവർ നിർബന്ധമായും PCR ടെസ്റ്റ് എടുത്ത് നെഗറ്റീവാണെന്നുള്ള സർട്ടിഫിക്കറ്റ് പ്രിന്റ് കോപ്പി കാണിച്ചിരിക്കണം. യാത്രയിലുടനീളം കരുതിയിരിക്കണം. ഇത് 21-ാം തീയതി മുതൽ കർശനമായി നടപ്പിലാക്കുകയാണ് എന്ന് പറയുമ്പോൾ നാളെ മുതൽ ഇല്ല എന്നല്ല അതിനർത്ഥം എന്ന് മനസ്സിലാക്കണം. 21-ാം തീയതി മുതൽ ഇത് മസ്റ്റാണ് എന്ന് വിവിധ എയർലൈൻ കമ്പനികൾ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ചില ദിവസങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അതിന് നേരത്തെ തന്നെ നടപ്പാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും. അതുകൊണ്ട് എയർപോർട്ട് അതോറിറ്റിയുമായി യാത്ര ചെയ്യുന്നതിന് മുമ്പ് വിമാന കമ്പനികളുമായി ട്രാവൽ ഏജന്റുമാരുമായി ഒന്ന് ചെക്ക് ചെയ്യണം. 48 മണിക്കൂർ മുമ്പ് എന്നാണ് ഷാർജയുടെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അബുദാബിയുടെ കാര്യത്തിലാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് 96 മണിക്കൂർ എന്ന വാക്കും പറഞ്ഞിട്ടുണ്ട്. അതായത് 96 മണിക്കൂർ വരെ പ്രാബല്യമുണ്ടായിരിക്കും ഈ PCR ടെസ്റ്റിന്. ഷാർജയിൽ അങ്ങനെയല്ല. ഇൻഡിഗോയും പറഞ്ഞിരിക്കുന്നു, മറ്റ് എയർ അറേബ്യയും പറഞ്ഞിരിക്കുന്നു, എയർ ഇന്ത്യ എക്സ്പ്രസും ഷാർജയുടെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നു 48 മണിക്കൂറിനുള്ളിൽ എടുത്തിരിക്കുന്ന PCR ടെസ്റ്റ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റാണ് യാത്രയ്ക്ക് അനിവാര്യമായി വേണ്ടത്, ഇല്ലെങ്കിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അബുദാബിയിൽ ഈ വിഷയത്തിൽ 96 മണിക്കൂറും പറഞ്ഞിട്ടുണ്ട്. ദുബായിയുടെ കാര്യത്തിലാണെങ്കിൽ ഈ വിഷയമൊന്നും വ്യക്തമായി സൂചിപ്പിച്ചിട്ടില്ല പുതിയ അറിയിപ്പുകളിൽ. എന്നാൽ നിലവിലുള്ള രീതി അനുസരിച്ച് റാപ്പിഡ് ടെസ്റ്റ് എടുത്ത് അതിൻ്റെ റിസൾട്ടുമായിട്ട് വേണം ദുബായ് വഴി പോകാനെന്നുള്ള അറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. അതിന് അൽ-അഹ്ലി വഴിയാണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ആശുപത്രിയിൽ നിന്നുള്ള ടെസ്റ്റാണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലിതുവരെ മാറ്റം വന്നിട്ടില്ല. ആ റാപ്പിഡ് ടെസ്റ്റിന് മാറി PCR ആയിട്ട് നിർബന്ധമാകുമോ? അല്ലെങ്കിൽ PCR എടുത്തവർക്കാണെങ്കിൽ അത് ഹാജരാക്കിയാൽ മതി. റാപ്പിഡ് ടെസ്റ്റ് ഇല്ലാതെയും പോകാം. റാപ്പിഡ് ടെസ്റ്റ് മതിയെന്നുള്ള ഏറ്റവും ചെറിയ കാശിന് എടുക്കാൻ പറ്റുന്ന റാപ്പിഡ് ടെസ്റ്റ് അത് മതിയെന്നാണ് ഇതുവരെ പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, ഇങ്ങോട്ട് വരുന്നവരുടെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആശങ്കകളെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. മറ്റു വിഷയങ്ങളിലേക്ക്, പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അബുദാബിയിൽ 5 മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നു. ഷാർജയിൽ 18 ഇന്ത്യക്കാർ, ലക്നൌവിൽ നിന്ന് വന്നവർ, അവരും കുടുങ്ങിക്കിടക്കുന്നു. അവരുടെ കയ്യിൽ ICA രജിസ്ട്രേഷൻ്റെ ഗ്രീൻ സിഗ്നൽ കിട്ടാവുന്ന മെസ്സേജ് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ആദ്യം പറഞ്ഞിരുന്നു ഷാർജയിലും അബുദാബിയിലും ഈ ICA വേണ്ട, വന്നിറങ്ങാമെന്ന് പറഞ്ഞിരുന്നു. അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞിരുന്നതാണ് നിങ്ങൾക്ക് ആ പ്രീ അപ്രൂവൽ വേണ്ട എങ്കിലും നിർബന്ധമായും UAE എൻട്രി എന്ന് പറയുന്ന ICAയുടെ ഒരു സെക്ഷനിൽ പോയിട്ട് അതിൽ നിങ്ങളുടെ എല്ലാ അടിസ്ഥാന രേഖകളും കൊടുത്തിട്ട് നിങ്ങളുടെ വിസയുടെ വാലിഡിറ്റി ചെക്ക് ചെയ്യണം എന്ന് റെസിഡന്റ് വിസക്കാരോട് പറഞ്ഞിരുന്നു. വിസിറ്റ് വിസക്കാർക്ക് അതൊന്നും ബാധകമല്ല. അങ്ങനെ നോക്കുമ്പോഴാണ് UAE-entry.ICA.gov.ae എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്യുമ്പോൾ ചിലർക്ക് കിട്ടും നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞ് പച്ച ടിക്ക് വരുന്ന ഒരു അറിയിപ്പ് കിട്ടും. ചിലർക്കാണെങ്കിൽ ചുവന്ന ടിക്കിൽ പറയും നിങ്ങളുടെ യാത്ര റീഷെഡ്യൂൾ ചെയ്യണം, 60 ദിവസം കഴിഞ്ഞിട്ട് ആലോചിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവസ്ഥ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ ഈ 2 തരം റിപ്പോർട്ട് വരും. ഇതിൽ ചുവന്ന അടയാളം കിട്ടിയവർക്ക് ഇറങ്ങാൻ പറ്റില്ല, പച്ച അടയാളം കിട്ടിയവർക്ക് ഇറങ്ങാൻ പറ്റും എന്നുള്ളതാണ് നിലവിലെ സ്റ്റാറ്റസ് കോ. പക്ഷേ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയേക്കും എന്ന് നാട്ടിൽ നിന്ന് ചില
ആളുകൾ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ഈ യാത്രക്കാരോട് പറഞ്ഞത്രേ എന്നാണ് അറിയുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾക്കത് കിട്ടിയിട്ടില്ല, എന്ത് ശ്രമം നടത്തിയാൽ ഇറങ്ങാൻ പറ്റില്ല, നിയമം അങ്ങനെയാണ് എന്ന് വ്യക്തമായി പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ ഗ്രീനോ റെഡോ എന്നുള്ളതൊക്കെ നാട്ടിൽ നിന്ന് നോക്കിയിട്ട് ടിക്കറ്റ് എടുത്താൽ മതി എന്നുള്ള കാര്യമാണ് തൽക്കാലം ഇതേക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം 18, 19, 20 തീയതികളിൽ UAE വരുന്ന പല ഫ്ലൈറ്റുകളിലും ധാരാളം ടിക്കറ്റ് ഒഴിവുണ്ട്. ആളുകൾ പെട്ടെന്ന് യാത്രയിൽ നിന്ന് മാറി ഒരു മരവിപ്പുണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രിച്ചിയിൽ നിന്ന് കയറിയ ഒരു അബുദാബി പാസഞ്ചറെ വിമാനത്താവളത്തിൽ വെച്ച് ട്രിച്ചിയിൽ വെച്ച് തന്നെ ഉദ്യോഗസ്ഥർ, എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഉദ്യോഗസ്ഥർ ഓഫ്ലോഡ് ചെയ്തു. നിങ്ങൾക്ക് ICA അപ്രൂവൽ കയ്യിലുണ്ട് എന്ന് ആ വനിത പറഞ്ഞിട്ടും കൊണ്ടുവന്നിട്ടില്ല. കാരണം ICA അപ്രൂവൽ അല്ല ഇപ്പോൾ വേണ്ടത്, നിങ്ങൾക്ക് വെരിഫിക്കേഷന് വേണ്ടിയുള്ള UAE എൻട്രി എന്ന് പറയുന്ന ICAയുടെ സൈറ്റിൽ പോയിട്ടുള്ള ഗ്രീൻ ടിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു. അതില്ല. ICA അപ്രൂവൽ എനിക്ക് ഓഗസ്റ്റ് 25 വരെ ഉണ്ടല്ലോ എന്ന് യാത്രക്കാരി. ഞങ്ങൾ നോക്കുന്നത് ഇപ്പോൾ അതല്ല, പുതിയ അറിയിപ്പ് അനുസരിച്ച് ICA അപ്രൂവൽ അല്ല വേണ്ടത്, ICAയുടെ വെരിഫിക്കേഷനാണ് വേണ്ടത്. അതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഓഫ് ലോഡ് ചെയ്തു എന്ന് പറയുന്നു. അവിടെ വെച്ചത് അവസാനിച്ചതുകൊണ്ട് ഈ 5-ാമത്തെ ആൾ 6-ാമത്തെ ആളായി മാറിയില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ദുബായിൽ GDRFA കർശനമായി വേണമെന്ന് പറയുന്നുണ്ട്. PCR നെഗറ്റീവ് ആ പേപ്പർ വേണമെന്ന് പറയുന്നുണ്ട്. ദുബായിയുടെ സ്മാർട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് അതെല്ലാവർക്കും ബാധകമല്ല, 14 ദിവസത്തെ ക്വാറന്റൈൻ വേണ്ട, കാരണം നെഗറ്റീവിൻ്റെ റിപ്പോർട്ടുമായിട്ടാണല്ലോ വരുന്നത്, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു. അതേസമയം ചില രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക്, നമുക്കിപ്പോൾ ബാധകമല്ലാത്ത വിഷയമാണ് ഈ പറയുന്നത്, ചില രാജ്യങ്ങളിലൊന്നും ഈ ടെസ്റ്റ് നടത്താനുള്ള സംവിധാനം വ്യാപകമായിട്ടില്ലാ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഇവിടെ ടെസ്റ്റ് നടത്തുകയും 2 ദിവസം അങ്ങനെയൊക്കെ ക്വാറന്റൈനിൽ കഴിയുകയും ഒക്കെ വേണമെന്നുള്ള നിലപാടുണ്ട്. നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ദുബായിലാണെങ്കിൽ 14 ദിവസത്തെ ക്വാറന്റൈൻ ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ ദുബായിയുടെ ഭാഗത്ത് നിന്ന് GDRFA വേണം, അതായത് അപ്രൂവൽ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഈ ബ്ലൂ ടിക്കിൻ്റെ കാര്യമോ പച്ച ടിക്കിൻ്റെ കാര്യമോ ചുവപ്പ് ടിക്കിൻ്റെ കാര്യമോ ഒന്നും ദുബായിയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ GDRFA ഇല്ലാതെ വന്ന ചില യാത്രക്കാരും ടെർമിനൽ 2 വഴി ഇറങ്ങി വന്നു എന്ന് ചില സാക്ഷിമൊഴികൾ പറയുന്നുണ്ട്. അത് ഇറങ്ങി വന്നതാണോ അതോ ആ സമയത്ത് സിസ്റ്റത്തിൽ അങ്ങനെ അനുവദിക്കാൻ പറ്റിയ സാഹചര്യമായിരുന്നോ നമുക്ക് വ്യക്തമായൊരു മറുപടി കിട്ടിയിട്ടില്ല. ഇറങ്ങി വന്നവരുടെ അനുഭവമുണ്ട് എന്ന് കരുതി നിയമം പറയുമ്പോൾ അതനുസരിക്കാതെ വരുന്നവർക്കെല്ലാം ഇറങ്ങി വരാം എന്ന് ധരിക്കരുത് എന്നുകൂടി ഓർമ്മിക്കണം. ഷാർജ 48 മണിക്കൂറിനുള്ളിലെ PCR, അബുദാബി 96 മണിക്കൂറിനുള്ളിലെ PCR എടുത്തുകൊണ്ടായിരിക്കണം പോകേണ്ടത്. പൊതുമാപ്പിന്റെ കാലാവധി ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി 3 മാസത്തേക്ക് കൂടി നീട്ടിക്കൊണ്ടുള്ള മനുഷ്യത്വപരമായ പ്രഖ്യാപനം വന്നു. നവംബർ 17 വരെ, അതായത് മാർച്ച് 1 മുമ്പ് വിസ ഓവറായിട്ട് ഇവിടെ കഴിയുന്ന, പിഴ കൊടുത്ത് മാത്രം നാട്ടിൽ പോകാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകൾക്ക് മെയ് 18 മുതൽ ഓഗസ്റ്റ് 18 വരെ എന്നൊരു കാലാവധി കൊടുത്തിരുന്നു. അതിനുള്ളിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്കാണ് പോകാൻ പറ്റിയില്ലെങ്കിൽ ഇനി അവർക്ക് സമയമുള്ളത് നവംബർ 17 വരെ, 3 മാസം കൂടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് എന്ന് സാരം. അങ്ങനെയുള്ള കുറേ ആളുകൾ ബാക്കിയുണ്ട് ഇന്ത്യക്കാരിൽ. ഓവർ സ്റ്റേ ഫൈൻ ഇല്ല നവംബർ 17 മുമ്പ് പോകുന്നെങ്കിൽ. ശ്രദ്ധിച്ച് ഈ വാക്ക് കേൾക്കണം. നവംബർ 17 മുമ്പോ നവംബർ 17 നാട്ടിലേക്ക് പോകുന്നെങ്കിൽ ഓവർ സ്റ്റേ ഫൈൻ ഇക്കൂട്ടർക്കില്ല. മാർച്ച് 1 മുമ്പ് വിസ ഓവറായ ആളുകൾക്കില്ല. അപ്പോൾ പോയില്ലെങ്കിൽ ഫൈൻ കൊടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ നീക്കുക. അപ്പോൾ നവംബർ 18 പോയാൽ 1 ദിവസത്തെ ഫൈനല്ലേ വരൂ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് ഫൈൻ കൊടുക്കേണ്ടി വരിക ഒരുപക്ഷെ 2018 മാർച്ചിലോ മറ്റോ ആണ്, അല്ലെങ്കിൽ 2019 ഒരു ദിവസത്തിലാണ് വിസ ഓവറായി നിൽക്കുന്നതെങ്കിൽ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഫൈൻ കൊടുക്കേണ്ടി വരുമെന്ന് ഓർമ്മിക്കണം. അല്ലാതെ 1 ദിവസത്തെ ഫൈൻ കൊണ്ട് തീരില്ല. പോകുന്നവർക്കാണ് ഈ ആനുകൂല്യമെന്ന് തിരിച്ചറിയണം. ഇപ്പോൾ തുടരുന്നോ പോകുന്നോ എന്നുള്ള കാര്യമൊക്കെ ഫൈനുമായി ബന്ധപ്പെടുത്തി ആലോചിച്ചിട്ട് ഉറപ്പാക്കുക. മാർച്ച് 1 ശേഷം എക്സ്പയറി ആയ ആളുകളുടെ കാര്യം നേരത്തെ പറഞ്ഞു. വിസിറ്റ് വിസയുടെ കാര്യം സെപ്റ്റംബർ 10 വരെ കാലാവധിയുണ്ട്. 1 മാസത്തേക്ക് നീട്ടിക്കൊടുത്തതാണ്, അതിനപ്പുറം നീട്ടിക്കിട്ടില്ല എന്ന് ഔപചാരികമായി അറിയാൻ കഴിയുന്നുണ്ട്. സെപ്റ്റംബർ 10 മുമ്പ് പോകാൻ നോക്കുക എന്നുള്ളതാണ്. ഇനി ഏറ്റവും പ്രധാനമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു 1000 സന്ദേശങ്ങൾ വന്നിരിക്കുന്നതിൻ്റെ മറുപടി പറയാം. മാർച്ച് 17 അതിൻ്റെ തൊട്ട് മുമ്പ് ഒരുപാട് വിസിറ്റ് വിസ, ടൂറിസ്റ്റ് വിസ ബന്ധുക്കൾക്ക് വേണ്ടിയൊക്കെ ഒരുപാട് ആളുകൾ എടുത്തു. ഇങ്ങോട്ട് വരാൻ വേണ്ടി, നാട്ടിൽ കൊടുക്കാൻ വേണ്ടി, സ്കൂൾ അടയ്ക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഈ കോവിഡൊക്കെ ഇത്രയും ശക്തമായിട്ട് ഒരു വില്ലനായിട്ട് വരുന്നതിന് മുമ്പ് അവരുടെ ആ വിസയുടെ സ്റ്റാറ്റസ് എന്താണ്, വാലിഡിറ്റി ഉണ്ടോ, അവർക്ക് ദുബായിൽ UAE ഇറങ്ങാൻ പറ്റുമോ എന്ന കാര്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ 100 കണക്കിനാണ്.
അതിൻ്റെ മറുപടി ഇതുവരെ വന്നിട്ടില്ല. തൽക്കാലം ആ വിസയ്ക്ക് വാലിഡിറ്റി ഇല്ല എന്ന അർത്ഥത്തിലാണ് സിസ്റ്റത്തിൽ കാണിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ ഒരു ഷെഡ്യൂളുകൾ സാധാരണഗതിയിൽ വരുന്ന ഒരു സമയം വരെ ചെറിയൊരു പ്രതീക്ഷയുടെ പച്ച വെളിച്ചം കത്തുന്നുണ്ട്. അതുവരെ നമുക്കൊന്ന് കാത്തിരിക്കാം. ഒരു പക്ഷേ 2-3 അഭിപ്രായങ്ങൾ വരാം. ഒന്ന്, ആ വിസ തന്നെ പുതുക്കി പുതിയ കോപ്പി എടുക്കാൻ പറ്റിയേക്കാം. 2, അത് ഉപയോഗിക്കാനേ പറ്റില്ല എന്ന് വന്നേക്കാം. 3, അത് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാൻ സാധ്യതയുണ്ടായേക്കാം. ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നടക്കും. അല്ലെങ്കിൽ ചെറിയൊരു ഫീസ് കൊടുത്തിട്ട് വീണ്ടും പുതുക്കുന്ന എന്തെങ്കിലും സമ്പ്രദായം വരുമായിരിക്കും. ഏതായാലും ഇതുവരെ അക്കാര്യത്തിലൊന്നും പറഞ്ഞിട്ടില്ല. തൽക്കാലം അത് ഹോൾഡിലാണ്, അതിൽ കയറി വരാൻ പറ്റില്ല. അതിനുവേണ്ടി ഷെഡ്യൂൾ ട്രാവൽ ആരംഭിക്കുന്ന സമയം വരെ കാത്തിരിക്കുന്നതാണ് ഉത്തമം എന്നാണ് അനുഭവസ്ഥരുടെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വർഷങ്ങളായിട്ടുള്ള ഇവിടുത്തെ ഒരു രീതി വെച്ചിട്ട് പറയാൻ തോന്നുന്നത്. നമുക്ക് നോക്കിയിരിക്കാം. നാട്ടിൽ നിന്ന് 6 മാസം കഴിഞ്ഞു. അതുമാത്രമല്ല വിഷയം, വിസ തന്നെ എക്സ്പയറി ആയിപ്പോയി, വാലിഡിറ്റി ഇല്ല. അങ്ങനെയുള്ളവർക്ക് വരാനുള്ള കാര്യത്തെക്കുറിച്ചും നേരത്തെ തന്നെ പറഞ്ഞ ജൂലൈ 10 അന്ന് പറഞ്ഞിരിക്കുന്ന ആ കാര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. എന്നാണോ 2 രാജ്യങ്ങളും തമ്മിലുള്ള സാധാരണ വൈമാനിക ബന്ധവും യാത്രയും പുനരാരംഭിക്കുന്നത്, അന്നു മുതൽ ഒരു നിശ്ചിത ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റും, ഇവിടെ വരാൻ പറ്റും എന്നാണ്. വന്നതിന് ശേഷം വിസ പുതുക്കാൻ പറ്റും ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ. 2 കാലയളവിൻ്റെ വിൻഡോ എന്ന് പറയുന്ന ഒരു ടൈം ഫ്രെയിം തന്നിട്ടുണ്ട്. നമുക്കത് കാത്തിരിക്കാം. തൽക്കാലം ആശങ്കപ്പെടേണ്ടതില്ല. ആ ഒരു ഫ്ലൈറ്റ് പുനഃസ്ഥാപിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഒന്നെത്തിക്കോട്ടെ. ഡിജിറ്റൽ സാമ്പത്തിക ഘടനയ്ക്കാണ് ഇനി പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ദുബായ് ഭരണാധികാരി ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് വ്യക്തമാക്കി. ഇനി ഡിജിറ്റൽ എന്ന രൂപത്തിൽ കാര്യങ്ങൾ പോകും. 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. 1, ഡിജിറ്റൽ സാമ്പത്തിക ഘടന. 2, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. 3-ാമത്തേത് റിമോട്ട് വർക്കിംഗ് ആപ്ലിക്കേഷൻസ്. ഇത് 3നും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് 2019 കാര്യം പറയുകയാണെങ്കിൽ GDP-യിൽ 4.3% വരെ വർധനവുണ്ടാക്കിയെടുക്കാൻ ഈ ഒരു ഡിജിറ്റൽ എക്കണോമിക്ക് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ മറ്റൊരു കാര്യം ഇതിനകത്ത് പറഞ്ഞല്ലോ, റിമോട്ട് വർക്കിംഗ് ആയിട്ടുള്ളൊരു കൾച്ചർ തന്നെ ലോകം മുഴുവൻ ഉണ്ടാവുന്നു. ദുബായിലും അതുണ്ടാകും, UAE-യിലും അത് വരും. അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ട ആപ്ലിക്കേഷൻസ് വേണം, അതിൻ്റെ സോഫ്റ്റ്വെയർ വേണം, അതിൻ്റെ പ്രോട്ടോക്കോൾ വേണം, എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള നിയമങ്ങൾ വേണം. നിലവിലെ തൊഴിൽ നിയമങ്ങൾ, കരാറുകൾ പലതും പൊളിച്ചെഴുതണം. അങ്ങനെ പല കാര്യങ്ങളും വരുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ, നമ്മുടെ മനസ്സിൽ, ശരീരത്തിലൊക്കെ ഒരുപാട് മാറ്റം വരുന്നത് ശ്രദ്ധിക്കണമെന്ന് വിദഗ്ധന്മാർ പല മാധ്യമങ്ങളിലൂടെ എഴുതുന്നുണ്ട്. ചില പോയിന്റുകൾ പറയാം. നമ്മളിപ്പോൾ പൊതുവേ കഴിഞ്ഞൊരു 4-5 മാസമായിട്ട് ആളുകൾ ഏറ്റവും വലിയ ടൂർ എന്ന് പറയുന്ന ക്വാറന്റൈൻ ടൂറായിട്ടാണ്. അതായത് അടുക്കള വരെ പരമാവധി പോകും, ഹാളിൽ നിന്ന് ബെഡ്റൂം വരെ പോകും. ഇതാണ് ടൂർ. അതിനപ്പുറം ഒരു ടൂർ സഞ്ചാരമില്ല. പിന്നെ അതിന് പറയുന്ന വാക്ക് റെഫ്രിജറേറ്റർ തീർത്ഥാടനം എന്നാണ്. ഒരു തീർത്ഥാടനത്തിന് പോകുന്ന പ്രതീതിയിൽ പരമാവധി പോകാൻ പറ്റുന്ന സ്ഥലം, പ്രതീക്ഷയോട് പോകാൻ പറ്റുന്നത് ഫ്രിഡ്ജിൻ്റെ, റെഫ്രിജറേറ്ററിൻ്റെ അടുത്താണ്. ഇങ്ങനത്തെ സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ പല ആളുകളും വീട്ടിലുള്ളവർ തമ്മിൽ കൂടുതൽ ഇടപഴകാനുള്ള അവസരം വരുന്നു. വീട്ടിലുള്ളവരെ പരസ്പരം മനസ്സിലാക്കാൻ പറ്റിയ സാഹചര്യം വരുന്നു എന്ന് ആളുകൾ തമാശയായിട്ടെങ്കിലും പറയുന്നു. ഒരുപാട് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ നമുക്ക് നഷ്ടമാകുന്നു എന്ന തോന്നൽ വരുന്നു. എന്നാൽ ഡിജിറ്റൽ വഴി കണക്ഷൻ ആകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ കുട്ടികൾ, ആളുകൾ വെയിൽ കൊള്ളാത്തൊരു സാഹചര്യം വരുമ്പോൾ ശാരീരികമായി ഉണ്ടാകാവുന്ന അസ്വസ്ഥതകൾ ചെറുതല്ലെന്നും അത് മാനസികമായി റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നും പഠനങ്ങൾ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ എത്ര കാലം വീട്ടിൽ അടച്ചിരുന്നു കൊണ്ട് മാത്രമുള്ളൊരു തൊഴിൽ ചെയ്യലോ ജീവിക്കലോ സാധ്യമാകും എന്നുള്ളതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ ആഗോള ഭൂപടത്തിൽ വിദഗ്ധന്മാർക്കിടയിൽ നടക്കുകയാണ്. ഏതായാലും ഈ വൈറസ് പെട്ടെന്നൊന്നും പോകുന്നു എന്ന ലക്ഷണമില്ല. ചില രാജ്യങ്ങളിലൊക്കെ റീസർഫേസ് ചെയ്യപ്പെടുന്ന വൈറസുകൾ അതികാഠിന്യമുള്ളതാണെന്ന് ചില ഏഷ്യൻ രാജ്യങ്ങളുടെ റിപ്പോർട്ട് പറയും. ഉദാഹരണത്തിന് തായ്ലൻഡ് വവ്വാലിനെ പിടിക്കാൻ വേണ്ടി ചെറുപ്പക്കാർ നടക്കുന്നതാണ്. എങ്ങനെയാണ്, ഇവിടെ നിന്നാണോ ഉണ്ടായത്, ഇവിടെ നിന്ന് ചൈനയിലേക്ക് പോയതാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് സംശയങ്ങൾ കിടക്കുമ്പോൾ അവിടെ പുതിയതായി ഉണ്ടായിരിക്കുന്ന ഈ ഒരു കോവിഡ് വൈറസിൻ്റെ സ്ട്രെയിൻ നേരത്തെ ഉള്ളതിനേക്കാൾ 10,000 ഇരട്ടി ശക്തിയുള്ളതാണ്, ആളുകളിൽ പടർന്നാൽ കൊന്നുകളയും, അങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് പോകുന്ന മാരക ശക്തിയുള്ളതായി മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള സന്ദേശങ്ങൾ പേടിപ്പിച്ചുകൊണ്ട് വരികയുമാണ് ചില മേഖലകളിൽ നിന്ന്. ഇതിനിടയിലാണ് നമ്മൾ വീട്ടിൽ അടങ്ങിയിരുന്നു കൊണ്ടുള്ള രീതിയിലേക്ക് പോകുമ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇനി വേണ്ടത്ര ചൂട് കൊണ്ടില്ല, വെയിൽ കിട്ടിയില്ല,
നമ്മുടെ ശരീരത്തിൽ പ്രശ്നങ്ങൾ വരുന്നു, അത് മാനസിക പ്രശ്നമായി മാറുന്നു, പലരുമായിട്ടുള്ള സമ്പർക്കമില്ലാതാവുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത, ഉറക്കത്തിൻ്റെ ഷെഡ്യൂൾ മാറുന്നു. ഏറ്റവും പ്രധാനം, ആഹാരത്തിൻ്റെ രീതികൾ മാറുന്നു. എപ്പോഴും വീട്ടിലുള്ളപ്പോൾ ഈ ഉറക്കത്തിൻ്റെ ഷെഡ്യൂൾ മാറി വരുന്നത് ഡയബറ്റീസും ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും കൊണ്ടുവരും എന്ന് വിദഗ്ധർ പറയുകയാണ്. അങ്ങനെയൊക്കെ നമ്മൾ പുതിയ ഒരു നോർമൽസി, പുതിയൊരു നോർമൽ എന്ന് പറയുന്ന സിറ്റുവേഷനെ അഭിമുഖീകരിച്ച് പോവുകയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വിദഗ്ധന്മാരുടെ ലേഖനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇക്കാര്യം പറഞ്ഞത്. UAE സ്കൂളുകൾ നമുക്ക് ചൂസ് ചെയ്യാം. മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ചൂസ് ചെയ്യാം. റിമോട്ട് വേണമോ, ഫേസ് ടു ഫേസ് ഇൻ പേഴ്സൺ ക്ലാസ് വേണമോ. ഏതായാലും ഓഗസ്റ്റ് 30 പുനരാരംഭിക്കുന്നു. മിക്കവാറും സ്കൂളുകൾ കുട്ടികൾ തിരഞ്ഞെടുത്തിരിക്കുന്ന രീതി തൽക്കാലം ഒന്നാം ഘട്ടത്തിൽ ഈ ഒരു ഓൺലൈൻ ലേണിംഗ് തന്നെ നല്ലതാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി തീരുമാനിക്കാം. പല കുട്ടികൾക്കും അതൊന്നും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ബോധവൽക്കരണം ഇനിയും ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടും പല രാജ്യങ്ങളുടെയും അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടും ഇങ്ങനെ ഒന്നാം ഘട്ടത്തിൽ മിക്കവാറും എല്ലായിടത്തും നിർബന്ധമെന്ന രൂപത്തിൽ വരുന്നു എന്ന ചോയ്സ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് അങ്ങനെ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഗ്രാജുവൽ റിട്ടേൺ എന്ന വാക്കാണ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ പറഞ്ഞിരിക്കുന്നത്. ക്രമേണ തിരിച്ച് പഴയതിലേക്ക് പോകാം. ദുബായ് പോലീസിന് വലിയൊരു അന്താരാഷ്ട്ര അംഗീകാരം കിട്ടി. 268 കിലോഗ്രാം ഹെറോയിൻ, 10 കിലോഗ്രാമോളം ക്രിസ്റ്റൽ മെത്ത്, 1 കിലോഗ്രാം ഹാഷിഷ് ഈ മയക്കുമരുന്നുകൾ വേട്ടയാടി പിടിച്ചു. ഇത് ദുബായിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലുതാണ്. അങ്ങനെ ഇന്റർനാഷണൽ പോലീസ് അസോസിയേഷൻ ചീഫ്മാരുടെ അസോസിയേഷൻ ഉണ്ട്, IACP. അതിൻ്റെ ഏറ്റവും വലിയ അംഗീകാരം 24 അവാർഡുകളിൽ 7 അവാർഡുകളും ദുബായ് പോലീസിനാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അബുദാബിയിൽ പബ്ലിക് ബസ്സുകളുടെ പുനഃസ്ഥാപനം അടുത്ത ദിവസം മുതൽ ആരംഭിക്കുന്നു. നോർമൽ ഷെഡ്യൂളെല്ലാം വരികയാണ്. അത് മുസ്തഫയാണെങ്കിലും അലയിലേക്കാണെങ്കിലും എല്ലായിടത്തേക്കും അബുദാബിക്കുള്ളിലുള്ള സർവീസുകൾ ഫലപ്രദമായി പൊതുഗതാഗതം തുറന്നു കിട്ടുകയാണ്. ഇന്ന് UAE മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണെങ്കിലും 100 പേർ രോഗമോചനം പ്രാപിച്ച് ഐസൊലേഷൻ കേന്ദ്രങ്ങൾ വിട്ടപ്പോൾ 229 പേർക്ക് രോഗം പുതിയതായി ഉണ്ടായി എന്ന വാർത്തയാണ്. 71,000 ആളുകളെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് 229 ആളുകൾക്ക് രോഗബാധ കണ്ടെത്തിയത്. 6 മില്യണോളം ആളുകളെ മൊത്തത്തിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് UAE. ഇപ്പോൾ 64,541 ആളുകൾക്ക് രോഗബാധ മൊത്തം വന്നതിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് 6,383 പേർ മാത്രമാണ്. ബാക്കി 90% മാറിക്കഴിഞ്ഞു. 57,794 ആളുകൾക്കും രോഗം മാറിക്കഴിഞ്ഞു. എങ്കിലും ഇതുപോലെ 0 കാണിച്ചത്, കൂടുതൽ രോഗമോചനം കാണിച്ചത്, രോഗബാധ കുറഞ്ഞു കാണിച്ചത്, ഇങ്ങനെയൊക്കെയുള്ള ചൈന പോലുള്ള രാജ്യങ്ങൾ, ഫ്രാൻസും ഇറ്റലിയും ഒക്കെ വീണ്ടും രോഗബാധയിലേക്ക് പോകുന്നു. ചൈനയിൽ ഇന്നും 22 ഉണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നമുക്ക് അറിയാവുന്നതുപോലെ തന്നെയാണ് ഇത് പോയിട്ടില്ല ഈ വൈറസ് എന്ന് തിരിച്ചറിയുക. അബുദാബിയിലെ അൽദാർ പ്രോപ്പർട്ടീസ് വാടകക്കാരോട് പറയുന്നത്, നിങ്ങൾ UAE ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് സ്വൈപ്പ് ചെയ്തിട്ട് വാടക അടച്ചോളൂ, മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് പോലെ അടച്ചാൽ മതി, UAE ക്രെഡിറ്റ് കാർഡ് ആയിരിക്കണം എന്നൊരു ചെറിയ ആനുകൂല്യം കൊടുത്തിട്ടുണ്ട് ആളുകളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ട്. ഈ ചില സ്ഥാപനങ്ങളുടെ വാടക കുറച്ചില്ലെങ്കിൽ ഒരുപാട് പേർ അതീവ ഗുരുതരാവസ്ഥയിലെ ബുദ്ധിമുട്ടിലേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. ലാൻഡ് ലോഡ്സ് ദീർഘകാലം അവർക്ക് ആഹാരം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മര്യാദയ്ക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അത് റെസ്റ്റോറൻ്റ് ആണെങ്കിലും സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും പകിടി കൊടുത്ത് വലിയ കീമണിയൊക്കെ കൊടുത്തിട്ട് 2017-ലും 2018-ലും അതിനു മുമ്പുള്ള സാഹചര്യത്തിലും എടുത്ത ആളുകൾ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ നട്ടം തിരിയുകയാണ്. അതുകൊണ്ട് തന്നെ പല സ്ഥാപനങ്ങളും അടഞ്ഞു കിടക്കുകയാണ്. തുറക്കാൻ, അവിടെ ജോലി ചെയ്യാൻ ആർക്കും പറ്റാത്ത സാഹചര്യം. അതിൻ്റെ മുതലാളി, മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റ് വളരെ കഷ്ടത്തിലാണ്. അത് മൊത്തത്തിൽ ലാൻഡ് ലോഡ്സിന് തന്നെയാണ് ബുദ്ധിമുട്ടായി മാറുന്നത്. ഒരു കാലഘട്ടത്തിൽ മത്സരിച്ച് റെസ്റ്റോറൻറ്റും സൂപ്പർ മാർക്കറ്റുകളും ഗ്രോസറികളും മറ്റ് കടകളുമൊക്കെ തുറന്നവർ ഇപ്പോൾ അതൊക്കെ എങ്ങനെ ഉപേക്ഷിച്ച് പോകാമെന്ന് ആലോചിക്കുന്നു. കാരണം ഈ വാടക കുറഞ്ഞിട്ടില്ല, ബാക്കി എല്ലാം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വാടക കുറയ്ക്കാൻ വേണ്ടി സംയുക്തമായ അഭ്യർത്ഥനയും അപേക്ഷയും ഒക്കെ വേണം. അത് സജീവമായി എല്ലാവരും പലവട്ടം ഇടപെടണം എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി തൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകുന്ന തൊട്ടടുത്ത് സ്കൂൾ കാണാം, പക്ഷേ റോഡ് മുറിച്ച് കടന്നു പോകാൻ പറ്റില്ല, ഒരുപാട് കറങ്ങി വേണം പോകാൻ, ഒരു പെഡസ്ട്രിയൻ ക്രോസിംഗ് ഇല്ല. ഈ കുട്ടി ഒരു മെയിൽ അയച്ചു RTA 24 മണിക്കൂറിനുള്ളിൽ നടപടിയെടുക്കുകയും പെഡസ്ട്രിയൻ ക്രോസിംഗ് വെച്ച് കൊടുക്കുകയും ചെയ്തു. ഇപ്പോഴാണ് എല്ലാവരും പറയുന്നത്, ഒരു കുഞ്ഞിനെ കയ്യിലും മറുകൈയിൽ സാധനങ്ങളുമൊക്കെയായി പോകുന്ന അമ്മമാരടക്കം ഇപ്പോൾ ഈ കുഞ്ഞിനോട്, ഈ അലി എന്ന് പറയുന്ന 6ാം ക്ലാസ്സുകാരനോട് നന്ദി പറയുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു അഭ്യാസം കാണിച്ചിട്ട് ചെയ്തല്ലോ. ഗർഹൂദിൽ ദുബായിൽ ഒരു വില്ലയിൽ 10 വർഷമായി ഒരു എഞ്ചിനീയർ താമസിക്കുന്നുണ്ട്, വിദേശിയാണ്. അദ്ദേഹം
വാതിലടയ്ക്കാറില്ല സാധാരണ. ആ വീട്ടുകാർ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്, വാതിലടയ്ക്കാറില്ല. കാരണം അങ്ങനെ അവിടെ ഒരു കള്ളൻ വന്ന് കയറുന്ന ലക്ഷണമില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം മാസ്ക് ധരിച്ച 63 വയസ്സുള്ള ഒരു സുഡാനി കള്ളൻ വന്ന് കയറി. സാധനം എടുക്കുന്നത് രാത്രി 3 മണിക്ക് ഇവർ കണ്ടു. പോലീസിനെ വിളിച്ചു. ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഈ എഞ്ചിനീയറെ മർദ്ദിക്കാൻ ശ്രമിച്ചു. പരുക്ക് പറ്റി. ഏതായാലും ഭാര്യ പോലീസിനെ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് പോലീസ് വന്നു. അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോയി. അദ്ദേഹം മദ്യപിച്ചിരുന്ന ആളായിരുന്നു ഈ സുഡാനി എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. എത്ര സുരക്ഷിതമായ സ്ഥലത്താണ് താമസിക്കുന്നതെന്ന് മനസ്സ് പറഞ്ഞാലും രാത്രിയെങ്കിലും വാതിലടയ്ക്കാനുള്ള ഒരു രീതി ഒന്ന് പരിശീലിക്കണം എന്ന് പറയാൻ വേണ്ടി സൂചിപ്പിച്ചതാണിത്. ദുബായിൽ ബിസിനസ് ബേക്ക് അടുത്ത് അൽഖൈൽ സ്ട്രീറ്റിൽ ഒരു ബസ് തീപിടിച്ച് അങ്ങനെ തന്നെ പൂർണ്ണമായും നശിച്ചു. 5:30 സംഭവം. പെട്ടെന്ന് തന്നെ പോലീസ് എത്തി, ഫയർഫോഴ്സിന്റെ ആളുകളെത്തി. അൽഖോസിൽ നിന്ന് തീ അണയ്ക്കുകയും ചെയ്തു. ആർക്കും ജീവാപായം ഉണ്ടായിട്ടില്ല. IPL നടക്കുകയാണല്ലോ. സെപ്റ്റംബർ 19 മുതൽ നവംബർ 10 വരെ UAE-യിൽ. അടുത്ത ദിവസം, അതായത് ഓഗസ്റ്റ് 20 മുതൽ IPL ടീമുകൾ UAE-യിലേക്ക് വരികയാണ്. പിന്നെ 1 മാസത്തോളം പരിശീലനം. BCCIയുടെ ആളുകൾ ഓഗസ്റ്റ് 22 മുതൽ വരികയാണ്. ഇവർക്കൊക്കെ ഹെൽത്ത് ചെക്കപ്പ് വേണം. ഹെൽത്ത് പാർട്ണറായി ഇപ്പോൾ ഒഫീഷ്യൽ ഹെൽത്ത് പാർട്ണറെ തിരഞ്ഞെടുക്കുന്ന അവസാനഘട്ട പരിപാടിയിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്ത ദിവസം അതിൻ്റെ അറിയാൻ പറ്റും. കേരളത്തിൽ ഇന്ന് 1725 കേസുകളാണ്. 1131. 1725 എന്ന് പറയുമ്പോൾ റെക്കോർഡാണ്. വിദേശത്ത് വന്നവർ 45 94 പേർക്ക് എങ്ങനെയാണ് രോഗം വന്നത് എന്ന ഉറവിടം ഇതുവരെ വ്യക്തമായിട്ടില്ല. 31 ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധ ഉണ്ടായിരിക്കുകയാണ്. ഏഷ്യയിലെ മിക്കവാറും ജയിലുകളെല്ലാം, ഇന്ത്യയുടെ കാര്യം പറഞ്ഞിട്ടില്ല, മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ വനിതകളെ കൊണ്ട് നിറയുന്നു ജയിലുകൾ. അതിൻ്റെ കാരണം അറിഞ്ഞോ അറിയാതെയോ മയക്കുമരുന്ന് കള്ളക്കടത്തിൻ്റെ ഇരകളായി വനിതകൾ മാറുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരെ കൊണ്ട് നിർബന്ധിതാവസ്ഥയിൽ എത്തിക്കുന്നു എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, വനിതകൾ യാത്ര ചെയ്യുന്നവർ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊണ്ടു തന്നാൽ നിങ്ങളുടെ ദൗർബല്യത്തെ യൂസ് ചെയ്തുകൊണ്ട് ഒരുപക്ഷെ അങ്ങനെ ഉപയോഗിക്കാമെന്ന് ധരിച്ചാരെങ്കിലും വന്നാൽ 2 പ്രാവശ്യം ആലോചിക്കാൻ വേണ്ടി ആ സാധനം കൈപ്പറ്റുകയോ കടത്തുകയോ ചെയ്യുമ്പോൾ ഒന്ന് മനസ്സ് വയ്ക്കുക. ഈ ഭൂമി ഉണ്ടായ ശേഷം രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും കൂടിയ ചൂട് ഇന്നലെയാണെന്ന് അവകാശവാദം ഉയർന്നിരിക്കുകയാണ്. അത് അമേരിക്കയിൽ കാലിഫോർണിയയിൽ ഡെത്ത് വാലി എന്ന് പറയുന്ന നാഷണൽ പാർക്കിലാണ്. 54.4 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് എന്ന് പറയുന്നു. മനുഷ്യർക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. എന്നാൽ ടുണീഷ്യയിൽ 1931 55 ഡിഗ്രി വന്നിട്ടുണ്ടെന്ന് രേഖയിൽ കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ എഴുതിയിട്ടുണ്ട് അത് ആധികാരികമല്ല, അന്നത് മെഷർ ചെയ്യാനുള്ള കൃത്യമായ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് ടുണീഷ്യയിൽ, ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. സംഗീത ലോകത്ത് ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത നാമധേയം പണ്ഡിറ്റ് ജസ്രാജ്. 80 വർഷം നീണ്ട ഒരു സംഗീത ജീവിതത്തിന് ശേഷം, സമർപ്പണത്തിന് ശേഷം 90 വയസ്സ് കഴിഞ്ഞ സാഹചര്യത്തിൽ അദ്ദേഹം മരണമടഞ്ഞു. അദ്ദേഹത്തിന് എല്ലാ പത്മ പുരസ്കാരങ്ങളും കൊടുത്തിട്ടുണ്ട്. 90-ാം വയസ്സിലും അദ്ദേഹം പറഞ്ഞൊരു വാചകം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. എല്ലാവർക്കും നിങ്ങളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ വേണം. എനിക്ക് സ്കൈപ്പ് വഴി സംഗീതം പഠിക്കണം എന്നാണ്. എത്ര പ്രഗത്ഭരായ ആളുകൾ ഇത് പറയുന്നു, ചിന്തിക്കുന്നു. ഓരോരുത്തർ ഓരോ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഓരോ സ്ഥാനത്ത് എത്തിച്ചേർന്നാൽ നമ്മളെല്ലാമായി എന്ന് അഹങ്കരിച്ച് നടക്കുന്ന രീതിയുണ്ടല്ലോ. പണ്ഡിറ്റ് ജസ്രാജ് എന്ന കലാകാരൻ പറഞ്ഞത്, എനിക്ക് സ്കൈപ്പ് വഴി ഇപ്പോഴും പഠിക്കണം, കുറച്ചുപേരെ പഠിപ്പിക്കുകയും വേണം, ഇതാണ് ആഗ്രഹം എന്ന്. ബാക്കി അദ്ദേഹത്തിൻ്റെ സ്വഭാവ മഹിമ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. മാത്രമല്ല, ചൊവ്വാഗ്രഹത്തിനും വ്യാഴം ഗ്രഹത്തിനും ഇടയിലുള്ള ഒരു സ്ഥലത്തൊരു ഡ്വാർഫ് പ്ലാനറ്റ് ഉണ്ട്. അതിന് ജസ്രാജ് എന്ന് പേര് കൊടുക്കാൻ വരെ അന്താരാഷ്ട്ര ബഹിരാകാശ ലോകം തയ്യാറായെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൻ്റെ മാസ്മരികത എവിടെ നിൽക്കുന്നു എന്ന് തിരിച്ചറിയണം. സ്പെയിനിലെ പഴയ രാജാവ് ജുവാൻ കാർലോസ് ഓഗസ്റ്റ് 3-ാം തീയതി സ്പെയിൻ വിട്ടുപോയതാണ്. ഒരുപാട് ആരോപണങ്ങളൊക്കെ ഏറ്റുവാങ്ങി. എങ്ങോട്ട് പോകുന്നെന്ന് പറഞ്ഞില്ല. ഇപ്പോൾ UAE-യിൽ അദ്ദേഹം ഉണ്ടെന്ന് BBC റിപ്പോർട്ട് ചെയ്യുകയാണ്. അദ്ദേഹം UAE-യിൽ തന്നെ തുടരുമെന്നും പറയുന്നു. പെട്ടെന്ന് സ്പെയിനിലേക്ക് പോകുന്നില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. 82 വയസ്സായിട്ടുണ്ട്. സൗദിയിൽ നിന്ന് 28 പേർ മരിച്ചു. ഖത്തറിൽ മരണമില്ല. ഒമാനിൽ 16 പേർ, കുവൈറ്റിൽ ഒരാൾ മരിച്ചു. UAE-യിൽ മരണമില്ല. ബഹ്റിനിൽ 3 പേർ മരിച്ചു എന്ന റിപ്പോർട്ട് പറയുകയാണ്. ഇന്ത്യയിൽ 26,96,000 ആളുകൾക്ക് രോഗബാധ വന്നു. 51,795 ആളുകൾ മരിച്ചുപോയി. ഇന്ന് 43,515 ഇതുവരെ. അല്പം കുറവുണ്ട്, മരണസംഖ്യയും കുറവുണ്ട്. 750 2,19,25,000 പരം ആളുകൾക്ക് ആഗോളാടിസ്ഥാനത്തിൽ രോഗബാധ വന്നതിൽ 65,04,000 ആളുകളാണ് ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ളത്. 7,74,000 ആളുകൾ, 7,25,000 ആളുകൾ മരിച്ചു പോയിരിക്കുന്നു.
64,221 ആളുകളുടെ കാര്യം കഷ്ടമാണ്. ICUവിലാണ്, വെന്റിലേറ്ററിലാണ്. ഇന്നലത്തെ മരണം 4,531, അല്പം കുറവുണ്ട്. ഇതുവരെ 2,208 വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ റെഫ്രിജറേറ്റർ തീർത്ഥാടനം, പിൽഗ്രിമേജ് നടത്താനും അടുക്കളയിലേക്കുള്ള ക്വാറന്റൈൻ ടൂർ നടത്താനും വിധിക്കപ്പെട്ട നമ്മുടെ ലോകത്തു നിന്ന് പെട്ടെന്നൊരു മോചനമില്ലാത്തത് കൊണ്ട് അതുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു മാനസിക അവസ്ഥയിൽ നമ്മളെല്ലാവരും എത്തിച്ചേരണം. അല്ലെങ്കിൽ മെൻ്റലി ഫിസിക്കലി ഷോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അവഗണിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തി നമ്മുടെ മനസ്സിനുണ്ടെന്നും പൊരുത്തപ്പെടാനുള്ള ശേഷി നമ്മുടെ ശരീരത്തിനുണ്ടെന്നും ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടതും അടുത്ത തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കേണ്ടതും നമ്മളാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തേടിക്കൊണ്ട് ഓഗസ്റ്റ് 17 ഈ ഒരു നൈറ്റ് അപ്ഡേറ്റ്സ് സമാപിക്കുകയാണ്. ഒപ്പം പറയേണ്ട ഒരു കാര്യം, ഇന്ന് പറഞ്ഞ പല നിയമവശങ്ങളും അടുത്ത ദിവസങ്ങളിൽ മാറുമോ മാറില്ലയോ എന്നുള്ളത് അറിയിപ്പുകൾ ഔപചാരികമായി കിട്ടുന്ന മുറയ്ക്ക് അറിയിച്ചു തരാം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ചില ആളുകൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, ഇന്നലെ നിങ്ങൾ പറഞ്ഞത് ഇതല്ല, ഇന്ന് മാറിയാണല്ലോ പറയുന്നത്. ഞങ്ങൾക്ക് മാറിയതല്ല, ഒരു സിസ്റ്റം പറയുന്നതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് നിങ്ങളുടെ സപ്പോർട്ട് ഇത്രയും നാൾ തന്നതുപോലെ തുടർന്ന് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ നൈറ്റ് അപ്ഡേറ്റ്സ് നിർത്തുന്നത്. നന്ദി, നമസ്കാരം.